പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിനം മെയ് 14 അപ്പോസ്തലനായ വിശുദ്ധ മത്തിയാസിൻ്റെ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. മത്തിയാസിനെ അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന സംഭവം അപ്പോസ്തല പ്രവർത്തനം 1 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഈ വചനഭാഗം തന്നെയാണ് ഇന്നത്തെ 1ാമത്തെ വായനയായി നൽകപ്പെടുന്നതും. ഈ വചനഭാഗത്തിലെ ചില വസ്തുതകൾ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വായിക്കാൻ പരിശ്രമിക്കുകയാണിവിടെ. 1. അപ്പോസ്തല പ്രവർത്തനം 1 17, 18, 25 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരോടൊപ്പം എണ്ണപ്പെടുകയും എന്നാൽ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമായി അതിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടവനുമായ യൂദാസ് കറിയോത്തയ്ക്ക് പകരക്കാരനായാണ് മത്തിയാസ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ചില വ്യക്തിജീവിതങ്ങളിലെയും സമൂഹങ്ങളിലെയും ശൂന്യതയും കുറവുകളും നികത്തുവാനുള്ള നിയോഗം നമുക്കും ജീവിതത്തിൽ ലഭിച്ചേക്കാം. ആ ന്യൂനതകൾ നമ്മുടെ സാന്നിധ്യത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നിറവുകളായി മാറട്ടെ. 2. മത്തിയാസിലൂടെ ദൈവവചനം നിറവേറുകയാണെന്ന് ഇന്നത്തെ വായനയിലെ 20ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു. 109ാം സങ്കീർത്തനം 8ാം വാക്യമാണ് അന്വർത്ഥമാകുന്നത്. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ, അവൻ്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ. അവൻ എന്നത് യൂദാസും മറ്റൊരുവൻ എന്നത് മത്തിയാസുമായി ഭവിക്കുന്നു. വസ്തുവകകൾ എന്നത് അപ്പസ്തോലിക സ്ഥാനവും ശുശ്രൂഷ പദവിയുമാണ്. ദൈവവചനം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതും നാം നിറവേറ്റേണ്ടതും അനുസരിക്കേണ്ടതുമായ ദൈവവചനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നമുക്ക് കണ്ടെത്തി ധ്യാനിക്കാം. 3. 21, 22 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മത്തിയാസ് തിരഞ്ഞെടുക്കപ്പെട്ടത് കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണ്. യോഹന്നാൻ്റെ സ്നാനം മുതൽ ശിഷ്യരിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും അവരോടുകൂടെ ഉണ്ടായിരുന്നവനാണ് മത്തിയാസ്. ഓരോ ക്രിസ്തു ശിഷ്യനും കർത്താവായ യേശുവിൻ്റെ പരസ്യ ജീവിതവും പീഡാസഹനവും മരണവും ഉദ്ധാനവുമായി നിരന്തരം ഐക്യപ്പെടേണ്ടവനാണ്. ക്രിസ്തു സംഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവൻ്റെ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന മാനദണ്ഡങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 4. 24ാം വാക്യത്തിൽ നിന്നും എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിനോടുള്ള അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരമാണ് മത്തിയാസ് എന്ന് മനസ്സിലാക്കാം. നമ്മളും ചില മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകുന്ന ഉത്തരമാണ്. ആ ഉത്തരം അനുഗ്രഹീതമാക്കുവാൻ ജീവിതത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം. 5. 25ഉം 26ഉം വാക്യങ്ങൾ പ്രകാരം മത്തിയാസ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനാധിപത്യപരമായല്ല, ദൈവാധിപത്യപരമായാണ്. മാനുഷിക മാനദണ്ഡങ്ങൾ പരിശോധിച്ച ശേഷം തീരുമാനം ദൈവിക തിരുമനസ്സിന് വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് പത്രോസിൻ്റെ നേതൃത്വത്തിൽ ആ തിരഞ്ഞെടുപ്പ് നടന്നത്. ജീവിതത്തിൽ നിർണായക തിരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ ദൈവാധിപത്യത്തിൻ്റെ വഴി അവലംബിക്കുവാനുള്ള ഉൾക്കരുത്തിനും പ്രേരണയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
യൂദാസ് ഉപേക്ഷിച്ച അപ്പോസ്തലിക സ്ഥാനവും ശുശ്രൂഷാ പദവിയും തന്നിലൂടെ പൂർത്തിയാക്കിയ വിശുദ്ധ മത്തിയാസ് ഈ ദിനം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമാറാകട്ടെ. ഏവർക്കും തിരുനാൾ ആശംസകൾ.